ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. യശോദാനന്ദന വ്രജജന രഞ്ജന. യശോദാനന്ദന വ്രജജന രഞ്ജന. യമുനാതിരാവനചാരി യമുനാതിരാവനചാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. യശോദാനന്ദന വ്രജജന രഞ്ജന. ജയ യശോദാനന്ദന വ്രജജന രഞ്ജന. യമുനാതിരാവനചാരി യമുനാതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ് ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ്. ജയ ജയ രാധ മാധവ് ജയ ജയ രാധ മാധവ്. ജയ ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം. ജയ ജയ കൃഷ്ണ ബലറാം. ജയ ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ്. ജയ ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാത് പ്രഭുപാത്. ജയ ജയ പ്രഭുപാത്. ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. നമ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണുസ്വാമി നമ. ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നമഃ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാർമ്മിണി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഇന്നത്തെ നമ്മുടെ ശ്ലോകം സ്കന്ധം 1 അധ്യായം 7 ശ്ലോകം 23. അദ്ദേഹത്തിന്റെ പേര് ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു. ശ്ലോകം 23 വായിക്കാം. ത്വം ആദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരാ. ത്വം ആദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരാ. മായാം വ്യൂതസ്യ ശക്ത്യാ കൈവല്യേ സ്ഥിത ആത്മനി. മായാം വ്യൂതസ്യ ശക്ത്യാ കൈവല്യ സ്ഥിത ആത്മനി. ത്വമാദ്യ പുരുഷ സാക്ഷാദീശ്വര പ്രകൃതേ പരാം. മായാം വ്യൂതസ്യ ശക്ത്യാ കൈവല്യ സ്ഥിത ആത്മനി. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വം ആദ്യ, അങ്ങ് അപൂർവ കൽപ്പിതനാണ്.
ആദിപുരുഷനാണ്, മൗലികമായതാണ്. പുരുഷ ആസ്വാദക വ്യക്തി സ്വരൂപമാണ്. സാക്ഷാത് പ്രത്യക്ഷമായി ഈശ്വര നിയന്താവ്. പ്രകൃതി ഭൗതിക പ്രകൃതിയുടെ പര അതീന്ദ്രിയമായ മായാം ഭൗതിക ശക്തി വ്യൂതസ്യ ജനാന്തികമായി എറിയപ്പെട്ട ഒരുവൻ. ചിൽശക്തിയ അന്തരംഗ ശക്തി മാർഗമാക്കി. ചിൽശക്തിയ അന്തരംഗ ശക്തി മാർഗമാക്കി. കൈവല്യേ ശുദ്ധ നിത്യജ്ഞാനത്തിലും പരമാനന്ദത്തിലും സ്ഥിത അവസ്ഥിതമായി ആത്മാനി സ്വ ആത്മാവ്. ശ്രീല പ്രഭുപാദജിക്ക് ജയ്. വിവർത്തനവും ഭാവാർത്ഥവും. വിവർത്തനം. സർവസൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനും ഭൗതിക ശക്തിക്ക് അതീതനും അങ്ങാകുന്നു. അങ്ങയുടെ ആത്മീയ ശക്തിയെ മാർഗമാക്കി ഭൗതിക ശക്തിയുടെ പരിണാമങ്ങളെ അങ്ങ് ആട്ടി അകറ്റുന്നു. അങ്ങ് സദാ നിത്യ പരമാനന്ദത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിലും നിവിഷ്ടനായി ഇരിക്കുന്നു. ഭാവാർത്ഥം. ഭഗവാന്റെ ചരണകമലങ്ങളെ അഭയം പ്രാപിച്ച ഒരാൾ അജ്ഞതയുടെ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെടുന്നുവെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നു. കൃഷ്ണൻ സൂര്യനെ പോലെയും മായ അഥവാ ഭൗതികാസ്തിത്വം അന്ധകാരത്തെ പോലെയും ആകുന്നു. എപ്പോൾ എവിടെ സൂര്യന്റെ പ്രകാശം ഉണ്ടാകുന്നുവോ അപ്പോൾ അവിടെ അന്ധകാരം അഥവാ അജ്ഞത തൽക്ഷണം ഇല്ലാതാക്കപ്പെടുന്നു. അജ്ഞതാ ലോകത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഉചിത മാർഗമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഭഗവാനെ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായി അഭിസംബോധന ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് മറ്റ് സർവ ദേവസത്വങ്ങളും വിസ്തരിച്ചിട്ടുള്ളത്. സർവവ്യാപിയായ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണമായ വിസ്തരണമാകുന്നു. ഭഗവാൻ സ്വയം അസംഖ്യം ദേവസത്വ സ്വരൂപങ്ങളായും ജീവസത്തുകളായും ഭഗവാന്റെ വിഭിന്ന ശക്തി മേധത്തോടെ സ്വയം വിസ്തരിച്ചിരിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സർവ്വതും ഉദ്ഭവിക്കുന്ന യഥാർത്ഥ അപൂർവ കൽപ്പിതനായ ആദിരൂപനായ ഭഗവാനാകുന്നു. സ്പഷ്ട പ്രപഞ്ചത്തിനുള്ളിൽ അനുഭവവേദ്യമായ സർവവ്യാപിയായ ഭഗവത് ലക്ഷണങ്ങളും ഭഗവാന്റെ ഭാഗിക ചിത്രീകരണം മാത്രമാണ്. ആകയാൽ ഭഗവാനുള്ളിൽ പരമാത്മാവ് അടങ്ങിയിരിക്കുന്നു. അദ്ദേഹമാണ് പരിപൂർണ സത്യമായ പരമദിവ്യോത്തമ പുരുഷൻ. ഭൗതിക സൃഷ്ടിക്ക് അതീതനാകയാൽ ഭൗതിക ആവിഷ്കരണങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. അന്ധകാരം സൂര്യന്റെ പ്രതിലോമ ചിത്രീകരണമാകും. ആകയാൽ അന്ധകാരത്തിന്റെ നിലനിൽപ്പ് സൂര്യന്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ സൂര്യൻ സന്നിഹിതനായിരിക്കുമ്പോൾ അവിടെ അന്ധകാരത്തിന്റെ സൂചന പോലും ഉണ്ടാവില്ല. സൂര്യൻ പരിപൂർണമായും പ്രകാശം മാത്രമാണ്. എന്നതുപോലെ ഭൗതിക അസ്തിത്വത്തിന് അതീതമായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പൂർണ്ണമായും പരമാനന്ദ പരിപൂർണനാണ്. ഭഗവാൻ പരമാനന്ദപൂരിതൻ മാത്രമല്ല, അതീന്ദ്രിയങ്ങളായ ഗുണസമ്പൂർണനുമാകുന്നു. സർവാതിശയം എന്നത് സ്ഥൈതികം മാത്രമല്ല, എന്നാൽ ആഗന്തുകമായ ബഹുവർണ്ണ സമ്പൂർണവുമാകും. ഭൗതിക പ്രകൃതി ഭഗവാനിൽ നിന്നും വിഭിന്നമാണ്. ഭഗവാനാണ് പരമൻ അഥവാ പ്രധാനി. ആകയാൽ ഭഗവാൻ പരിപൂർണനാണ്. ഭഗവാന് അനേകവിധമായ ശക്തികളുണ്ടെന്ന് മാത്രമല്ല, തൻ്റെ വിഭിന്ന ശക്തികളാൽ അദ്ദേഹം ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഭഗവത് ധാമത്തിൽ സർവ്വതും നിത്യവും പരിപൂർണവുമാകുന്നു. ഈ ലോകം നയിക്കപ്പെടുന്നത് പ്രബലന്മാരായ അധികാരികളാലോ ശക്തികളാലോ അല്ല. സർവവിധ ശക്തികളും നിവിഷ്ടമായ
സർവശക്തിമാനായ ഭഗവാന്റെ അധികാര ശക്തിയാലാണ്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാൻച ശ്രീരൂപം സഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖനദഞ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്ക് ഇനിയും ഈ ശ്ലോകത്തിന്റെ വിവരണം എന്താന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ഈ അധ്യായത്തില് വിശേഷിപ്പിക്കുന്നത് ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ ആ ദ്രോണപുത്രൻ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഈ അധ്യായം തുടങ്ങുന്നത് ശൗനക മഹർഷി ശൂതഗോസ്വാമിയോട് ചോദിക്കുന്നതായിട്ടാണ്. നാരദ മഹർഷിയും വ്യാസദേവനും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ശൗനക മഹർഷി നാരദ മഹർഷിയോട് ചോദിക്കുന്നു, അല്ല ശൂത മഹർഷിയോട് ചോദിക്കുന്നു. അപ്പൊ അതിനുള്ള ഉത്തരമായിട്ടാണ് ശൂത മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ മാതിരി അങ്ങനെ അദ്ദേഹം പോയതിനു ശേഷം, നാരദൻ പോയതിനു ശേഷം വ്യാസദേവൻ യമുനാ നദീ തീരത്തുള്ള ക്ഷമ്യപ്രാസ എന്ന സ്ഥലത്ത് അവരുടെ ആശ്രമത്തിൽ ഇരുന്ന് ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുകയും അല്ലെങ്കിൽ മനസ്സിൽ കാണുകയും ചെയ്തു. കണ്ടിട്ട് അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തികളെ പറ്റി നാരദൻ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റിയുള്ള കാര്യം നടത്തി. അതായത് ഭഗവാന്റെ നിർദ്ദേശത്താൽ ഭഗവാന്റെ ഭക്തിവിധ ഭഗവത് സേവനം ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് സമാധാനം ലഭിക്കൂ എന്ന് നാരദൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അങ്ങനെ ആ ഭൗതിക ചിന്തകളൊക്കെ പിടിഞ്ഞിട്ട് ഭഗവാന്റെ ആ ലീലകളെ പറ്റിയും ഭഗവാന്റെ മഹാത്മ്യങ്ങളെ പറ്റിയും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഭാഗവതം രചിക്കുന്നു. ഭാഗവതം രചിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ശുകദേവ സ്വാമിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു, അത് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം നടന്നു അതൊന്നും നമുക്കിപ്പോ ഈ അധ്യായത്തിൽ പറയേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ അതിനുശേഷം അങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞു. അനന്തരം ഭാരതയുദ്ധം, മഹാഭാരത യുദ്ധം നടക്കുന്നതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാര് കുറെ പേര് അവശേഷിച്ചിരുന്നു അന്ന് ആ ഭാരത യുദ്ധത്തിൽ. ആ സമയത്ത് ദുര്യോധനൻ ഇങ്ങനെ ഭീമന്റെ അടികൊണ്ടിട്ട് നടുവ് തളർന്ന് അല്ലെങ്കിൽ തുടയൊക്കെ പൊട്ടി മരണശൈലിയിൽ ഇങ്ങനെ കിടക്കുന്നു. ആ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മിത്രമായിരുന്ന ദ്രോണരുടെ പുത്രൻ അശ്വത്ഥാമാവ് ഇദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാണ്ഡവരുടെ ക്യാമ്പിൽ ചെന്നിട്ട് ആ പാണ്ഡവരുടെ 5 പുത്രന്മാരെ വധിക്കുന്നു, നിഷ്കരുണം. അങ്ങനെ ചെയ്തതിന് ശേഷം ആ വിവരം ദ്രൗപദി അറിയുന്നു. അപ്പൊ ദ്രൗപദിയുടെ
ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അർജുനൻ ശപഥം ചെയ്യുന്ന ഇങ്ങനെ അശ്വത്ഥമാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിന്റെ മുമ്പിലിടും. അതിനുശേഷം മതി കുട്ടികളുടെ മരണശേഷമുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതും എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അശ്വത്ഥമാവിനെ തിരക്കി അർജുനൻ തിരിക്കുന്നു. രഥത്തിൽ കയറി വളരെ ആകാംക്ഷയോടുകൂടി, അല്ലെങ്കിൽ ഈ പ്രതികാരം നടത്തുന്നതിന് വേണ്ടി താല്പര്യത്തോടുകൂടി അർജുനൻ അശ്വത്ഥമാവിനെ തിരക്കി ഇറങ്ങുന്നു. അപ്പൊ ഈ വിവരം അറിഞ്ഞ അശ്വത്ഥമാവ് അവിടുന്ന് ഒരു തേരും കരസ്ഥമാക്കി കുതിരയും കെട്ടി അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ രണ്ടു കൂട്ടരും ഓടിക്കൊണ്ടിരിക്കുന്നു. അശ്വത്ഥമാവ് തിരിഞ്ഞു നോക്കുമ്പോൾ അർജുനൻ അടുത്ത് എത്തുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇനി രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അശ്വത്ഥമാവ് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു അസ്ത്രപ്രയോഗം, അതായത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. എങ്കിലും ജീവരക്ഷാർത്ഥം അത് മറ്റുള്ള ചിന്തകളില്ലാതെ തന്നെ അത് പ്രയോഗിക്കുന്നു. അപ്പൊ ഈ അർജുനനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അശ്വത്ഥമാവിന്റെ പ്രാണരക്ഷാർത്ഥം പ്രയോഗിച്ച ആ ബ്രഹ്മാസ്ത്രം തന്നിലേക്ക് വരുന്നത് കണ്ട അർജുനൻ അദ്ദേഹത്തിന് ജീവനാശം ഉണ്ടാകാൻ ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്, പണ്ടത്തെ കാലത്ത് ബ്രഹ്മാസ്ത്രം ഒന്ന് വിട്ടുകഴിഞ്ഞാൽ ഇന്നത്തെ ബോംബുകളെന്ന മാതിരി അല്ലല്ലോ. ആർക്ക് വേണ്ടി വിടുന്നു അവരുടെ ആക്കാരിക്കും അതിനുള്ള പ്രതിവിധി ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ വരുന്ന കണ്ടിട്ട് അർജുനൻ പരമഭക്തനാണ്, ഭഗവാന്റെ ഭക്തനാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ഭീകരമായ ഈ അസ്ത്രം വരുന്നത് കണ്ടിട്ട് അദ്ദേഹം ഭഗവാനെ സ്മരിക്കുന്നു. സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ അപകടം വരുമ്പോൾ ഭഗവാനെ സ്മരിക്കാൻ നിൽക്കില്ല, പ്രതിവിധി എന്താ ചെയ്യുന്നത്. അത് അർജുനനെ എല്ലാ വിധികളും അറിയാവുന്ന അർജുനൻ പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ആ ബ്രഹ്മാസ്ത്രത്തെ തടുക്കാനുള്ള അസ്ത്രം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതല്ല ചെയ്ത്. പരമഭക്തന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത് ഏതൊരവസ്ഥയിലും ഭഗവാനെ സ്മരിക്കണം എന്നുള്ളതാണ്. ഭഗവാനെ സ്മരിച്ചെങ്കിൽ മാത്രമേ ഭഗവാന്റെ കാരുണ്യം നമ്മളിലുണ്ടാകൂ. അപ്പൊ അതനുസരിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാനെ സ്മരിക്കുന്നതായിട്ടാണ് കൃഷ്ണ കൃഷ്ണ മഹാഭാവോ ഭക്താനാമ ഭയങ്കര ത്വമേകോ ദേഹ്യമാനാനാം അപവർഗോ ശിശംസൃത എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ അവിടെ സ്മരിക്കുന്നു. ഈ ശ്ലോകത്തിൽ പറയുന്നത് വീണ്ടും ഭഗവാനെ പറ്റി അദ്ദേഹം ഒന്നുകൂടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാണ്. അതായത് പരമ ഭക്തനായ അർജുനൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പര മായാം വിവിധ ശശിക്തിയ കൈവല്യ സ്ഥിത ആത്മനി. വേണമെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാമായിരുന്നു അസ്ത്രങ്ങൾ. പക്ഷേ ഗുരുവിന് ഭഗവാന്റെ ആശ്രയം വേണ്ടിയിട്ട് ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഭഗവാനെ പ്രകീർത്തിക്കുന്നത്. സർവ്വ സൃഷ്ടികളും വ്യാപിച്ചിരിക്കുന്ന യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനും ഭൗതിക ശക്തിക്ക് അതീതനും അങ്ങാകുന്നു. അങ്ങയുടെ ആത്മീയ ശക്തിയെ മാർഗമാക്കി ഭൗതിക ശക്തിയുടെ പരിണാമങ്ങളെ അങ്ങത്തെ ആട്ടി അകറ്റുന്നു. അങ്ങ് സദാ നിത്യ പരമാനന്ദത്തിലും ആ അതിനിര്യതയിലും നിവിഷ്ടനായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെ ഒക്കെ അകറ്റണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകണം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകണമെങ്കിൽ ഭഗവത് ഭക്തർക്ക് മാത്രമേ കാരുണ്യം ഉണ്ടാവൂ. ഭഗവാനെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഭഗവാൻ ആരാന്നറിയണം. ഭഗവാൻ എങ്ങനെ നമുക്ക് ഭഗവാന്റെ കാരുണ്യം ലഭിക്കുമെന്നൊക്കെ ഉള്ളത് അറിയേണ്ട അത്യാവശ്യ കാര്യമാണ്. അതുകൊണ്ട് അർജുനൻ അങ്ങനെ ഭഗവാനെ വിളിക്കുകയും ഭഗവാന്റെ ശരണാഗതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഏത് സമയത്തും ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് ഭഗവാന്റെ ശരണാഗതി എടുത്തെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് പുരോഗതി ഉണ്ടാവൂ. അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മളെ ഉത്ബുദ്ധരാക്കുന്നത്. ഊഹാഭോഗത്താലോ മറ്റ് കാര്യങ്ങളാലോ
ഭഗവാനെ അറിയാൻ പ്രയാസമാണ്. ഭക്തിവിധ സേവനത്തിൽ കൂടി മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ. ഭക്തിവിധ ഭഗവത് സേവനം. അതിന് ശ്രീമദ് ഭാഗവതം 10:14-29 ഒരു ശ്ലോകമുണ്ട്. അതിൽ പറയുന്നത്, അഥാപിതേ ഏവ പദാംബുജദ്വയാ പ്രസാദലേശാനുഗൃഹീത ഏവ ഹി ജാനാതി തത്വം ഭഗവന്മഹിംനോ ന ജാന്യ ഏകോ വിചിരം വിചിന്വൻ. അപ്പൊ ഇതിന്റെ വിവർത്തനത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എന്റെ ഭഗവാനെ, ഒരുവനെ അങ്ങയുടെ പാതാരവിന്ദങ്ങളുടെ കരുണ ലെവലേഷൻ ലഭിക്കാൻ ഭാഗ്യമുണ്ടായാൽ അയാൾക്ക് അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അങ്ങയെ മനസ്സിലാക്കാൻ വേണ്ടി മനനം ചെയ്ത് കൂട്ടുന്നവർ വർഷങ്ങളോളം വേദാഭ്യാസം തുടർന്നാൽ പോലും അങ്ങയെ അറിയുന്നില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്ന, ഭഗവത് ഭക്തിഗത സേവനം ചെയ്തെങ്കിൽ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ. ഭഗവാന്റെ മായയിൽപ്പെട്ട് വൃഥാ പാടുപെടുന്ന ബദ്ധാത്മാക്കളുടെ മേൽ കരുണ ചൊരിയാൻ അത്യധികം ഉത്സുകനാണ് ഭഗവാൻ കൃഷ്ണൻ. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി ആനന്ദം നേടാനും മനോവ്യാപാരങ്ങളിലൂടെ അഥവാ ഉപാഭവങ്ങളിലൂടെ അറിവ് നേടാനും ബദ്ധാത്മാവ് യത്നിക്കുന്നു. ഈ രണ്ട് പ്രക്രിയയും അന്ത്യത്തിൽ അവനെ ദുർമുഖനാക്കി പ്രതീക്ഷ നശിച്ച് അവസരത്തിലെത്തിക്കുന്നു. ഭഗവാന്റെ പദാരവിന്ദങ്ങൾ പരമാത്മാവ് ശരണമടയുകയും ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ ബദ്ധാത്മാവ് ശരണമടയുകയും ആ അഹൈതകാരുണ്യത്തിന്റെ ലേശമെങ്കിലും ലഭ്യമാകുകയും ചെയ്താൽ സ്ഥിതിഗതികൾ ആരും അറിയിക്കാം. അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, മായയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ ആ ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ പറ്റൂ എന്നാണ്. അങ്ങനെ ഭഗവാന്റെ പാദത്തിൽ ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ കരുണ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ നമ്മളെ മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ആർക്കും ഭഗവാനെ അറിയാൻ സാധിക്കില്ല. ഒരു വലിയ പാണ്ഡിത്യമുള്ളവനായാലും ശരി, വലിയ ശാസ്ത്രജ്ഞനായാലും ശരി, തത്വചിന്തകനോ ആയാലും ഭഗവാൻ ശരണം അടയാതെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയില്ല എന്ന് നമ്മൾ ഭാഗവതത്തിൽ പലയിടത്തും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും ഒക്കെ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. അർജുനെ പോലുള്ള വ്യക്തികൾക്ക് മാത്രമേ ഭഗവാന്റെ കാരുണ്യം, അതായത് അർജുനെ പോലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ശരണം പ്രാപിച്ച് ഒരിക്കലും അർജുനൻ സ്വതന്ത്രനാണെന്ന് ചിന്തിക്കുന്നില്ല. അത്രയ്ക്ക് നമ്മൾ ഭഗവാന്റെ കീഴിൽ തന്നെയാണ് ഞാൻ എപ്പോഴും എന്നുള്ള വിചാരമായിരുന്നു അർജുനുള്ളത്. അതേമാതിരി നമ്മളും അങ്ങനെ ഈ ഭഗവാന്റെ കീഴിൽ തന്നെയാണ്, ഞാനൊരു സ്വതന്ത്ര വ്യക്തി അല്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കൂ എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും. എന്നാൽ മൂഢന്മാരായ ചിലര് ചോദിക്കുന്നു, എനിക്ക് ഭഗവാനെ കാണിച്ചു തരാമോ? എങ്ങനെയുണ്ട് ഭഗവാൻ? എവിടെയാണ് ഭഗവാൻ? നമ്മൾ കാണുന്നില്ലല്ലോ, എവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് ഭഗവാനെ അങ്ങനെ മൂഢന്മാരായിട്ടുള്ളവരെ ഭഗവാനെ പറ്റി പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷെ അർജുനൻ പറയുന്നു, ഇതാണ് ദൈവം, ആദ്യ പുരുഷനാണ്, ആസ്വാദകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം സ്ത്രീ അല്ല എന്നും പറയുന്നുണ്ട്. അപ്പം കാര്യം എന്താന്ന് ചോദിച്ചാൽ, ചിലർ ദുർഗാദേവിയെയും കാളിദേവിയെയും ഒക്കെ ദൈവമായി പൂജിക്കുന്നു. അത് അങ്ങനെയുള്ള ദേവിമാരെയും ഒക്കെ പല വിധത്തിലുള്ള ദേവിമാരെ പൂജിക്കുന്ന തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ഭഗവാനാണ് നമ്മളെ നിത്യവും രക്ഷിക്കേണ്ടതും അനുഗ്രഹിക്കേണ്ടതും. അതുകൊണ്ട് ആ ഭഗവാൻ, അതാണ് പുംസാം എന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ പുരുഷനാണ്, അല്ല സ്ത്രീ അല്ല. എല്ലാവരും പ്രകൃതിയാണ്, പ്രകൃതി സ്ത്രീയാണ്. അതായത് നമ്മളൊക്കെ തന്നെ സ്ത്രീ വർഗത്തിൽ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരേ ഒരു പുരുഷൻ മാത്രമാണുള്ളത്, അത് സാക്ഷാത് ശ്രീകൃഷ്ണൻ തന്നെയാണെന്നാണ് അർജുനൻ പറയുന്നു. അതുപോലെ തന്നെ ത്വം ആദ്യ പുരുഷം, ആദ്യമായിട്ടുള്ള പുരുഷൻ തന്നെയാണ് അങ്ങെന്ന് പറയുന്നത്. ഇതുപോലെ കുന്തി സ്ഥിതിയിൽ പറയുന്നുണ്ട്, പുരുഷൻ ആണ് ഭഗവാൻ, യഥാർത്ഥ വ്യക്തിയാണ്, ആദിമ പുരുഷനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. നിത്യനാണ്, സൃഷ്ടിക്ക് മുമ്പേ ഉണ്ട് എന്ന് നിലനിൽക്കുകയും ചെയ്യും.
ചൈതന്യ ചരിതാമൃതത്തിലും പറയുന്നുണ്ട്, ഏകലേ ഈശ്വര കൃഷ്ണ ആരാസ ഭൃത്യ. കൃഷ്ണൻ മാത്രമാണ് ദൈവം, ഈശ്വരൻ, ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരാണ് എന്നും നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ കൂടെയും ലഭിക്കുന്നുണ്ട്. അങ്ങനെ എവിടെയും ഭഗവത്ഗീതയായാലും ശരി, ചൈതന്യ ചരിതാമൃതമായാലും ശരി, ഭാഗവതമായാലും ശരി, ഒക്കെ എല്ലാവരും നമ്മളിവിടെ പറയുന്നത്, എല്ലാ ഗ്രന്ഥങ്ങളും ഇവിടെ പറയുന്നത് ഈശ്വരൻ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ 10:2 ശ്ലോകത്തിൽ പറയുന്നു, ഭഗവത്ഗീത പറയുന്നത് സുരന്മാരും ഋഷികളും ഉത്ഭവിച്ചിരിക്കുന്നത് എന്നിൽ നിന്നുമാണെന്ന് പറയുന്നു. ഭഗവത്ഗീത 10:2 ശ്ലോകമുണ്ട്. നാമേ വിദുരസുരഗണ പ്രഭവം ന മഹർഷയ അഹമാദീർഹി ദേവാനാം മഹർഷീണാം ച സർവശ. അപ്പൊ അതിന്റെ അർത്ഥം വിവർത്തനത്തിൽ പറയുന്നത്, എന്റെ ഉൽപ്പത്തി, വിഭൂതി എന്നിവയെപ്പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ, ഏത് വിധത്തിലും അവരുടെ എല്ലാം ഉത്ഭവസ്ഥാനം ഞാനാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് തെളിവുകൾ, കൃഷ്ണൻ പരമപുരുഷനാണെന്നുള്ളതിന്റെ അത് നമുക്ക് സ്പഷ്ടമാക്കി തരികയാണ് ഈ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ തന്നെ. അതാണ് നമ്മുടെ ഭഗവത്ഗീത 10:2 അധ്യായം 2-ാം ശ്ലോകത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ 7-ാം അധ്യായം 7-ാം ശ്ലോകത്തിലും ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നുണ്ട്, ഭഗവാൻ ആരാണെന്നുള്ളത്. മത്ത പരന്തരം ന അന്യകിഞ്ചിദസ്തി ധനഞ്ജയ. അർജുനോട് പറയാണ്, മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഇത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്ന വാക്കുകളാണിത്. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല. മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർത്തിരിക്കുന്നു. അതായത് പരമസത്യം എന്ന് പറയുന്ന പരമദൈവത്വ പുരുഷൻ തന്നെയാണ് പരമസത്യം എന്ന് ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത്, പ്രഭുപാദർജി നമ്മളോട് പറഞ്ഞു തരുന്നത്, പരമനിരപേക്ഷ സത്യം വ്യക്തിഗതമോ അവ്യക്തിഗതമോ എന്നത് ഒരു വിവാദ വിഷയമാണ്. പരമസത്യം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നാണ് ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നത്. ഇത് അടിക്കടി ഊന്നി പറയുന്നുണ്ട്. വിശേഷിച്ചും ഈ ശ്ലോകം നിരപേക്ഷ സത്വം ഒരു പുരുഷനാണ് എന്നത് തറപ്പിച്ച് പറയുന്നുണ്ട്. പരമദിവ്യോത്വം, പരമ നിരപേക്ഷ തത്വം, പരമ ദൈവോത്തമ പുരുഷനാണെന്ന് ബ്രഹ്മസംഗീതയിലും തറപ്പിച്ച് പറയുന്നു. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ ആദിദേവനും ആനന്ദസാഗരനും സച്ചിദാനന്ദമൂർത്തിയുമായ കൃഷ്ണ ഭഗവാനാണ് ഗോവിന്ദൻ. സർവോത്കൃഷ്ടമായ പരമസത്യം. ഈ അധികാരിക ഗ്രന്ഥങ്ങൾ സമയത്തിനിടവരാതെ വിധത്തിൽ കാരണമായ പരമപുരുഷനാണ് നിരപേക്ഷ തത്വം എന്ന് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഭഗവാനെ പറ്റി, ആരാണ് ഭഗവാൻ, ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ്, ഇതിനെപ്പറ്റി സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇതൊക്കെ ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ 10:8 ശ്ലോകത്തിൽ, ഭഗവത്ഗീത 10:8, അതിനകത്ത് ആ ശ്ലോകത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ഭഗവാൻ അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇത് മത്വാ ഭജന്തേ മാം ബുധഭാവ സംന്യത എന്ന് പറയുന്നത്, ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്, എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. അങ്ങനെ ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി അനേകം തെളിവുകൾ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവത്ഗീതയായാലും ശരി, ഭാഗവതായാലും ശരി, ഇതിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
ഭഗവാനിൽ എത്തിച്ചേരാൻ പറ്റൂ എന്നാണ് പറയുന്നതിൻ്റെ സാരം. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഇങ്ങനെ വ്യക്തമാക്കുന്നു, അത് അനുസരിച്ചാൽ ഭഗവാന് നിഷ്പ്രയാസം കാണാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പല ഗ്രന്ഥങ്ങളിൽ ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ കൃഷ്ണൻ സ്വയം ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി, നമുക്ക് കൃഷ്ണന്റെ അടുത്ത് പോകാം. ഏത് ആപത്ഘട്ടങ്ങളിലും കൃഷ്ണൻ നമ്മളെ രക്ഷിക്കും. അതാണ് അർജുനൻ അവിടെ കണ്ടതും. ബ്രഹ്മാസ്ത്രം വരുന്ന മുമ്പ് കൃഷ്ണനെ വിളിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രതിവിധി ചോദിക്കുന്നത്. എന്ത് പ്രതിവിധി ഞാൻ ചെയ്യണം എന്നുള്ളത് കൃഷ്ണനോട് ചോദിക്കാണ്. അപ്പൊ നമ്മൾ കൃഷ്ണനോട് ചോദിക്കാതെ അദ്ദേഹത്തിന്റെ അനുഗ്രഹമില്ലാതെ യാതൊരു പണിയും സ്വതന്ത്രനാണെന്ന് വിചാരിച്ച് ചെയ്താൽ നമുക്ക് അപകടങ്ങളെ ഉണ്ടാകൂ. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഭഗവാന്റെ അഹൈതമുഖമായ കാരുണ്യം നേടുന്നതിന് വേണ്ടി എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. മൂങ്ങയെ പോലെ കണ്ണടച്ചിരുന്നാൽ സൂര്യനെ കാണാൻ സാധിക്കില്ല, കണ്ണു തുറക്കണം. അത് കണ്ണു തുറന്ന് നോക്കിയെങ്കിൽ മൂങ്ങയുടെ കാര്യം ഇവിടെ പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മളെല്ലാം കണ്ണടച്ചിരിക്കുക, അതായത് ഭൗതികതയിൽ ആകൃഷ്ടരായി ഭഗവാന്റെ ഭാഗത്തോട്ട് നമ്മൾ നോക്കാതെ കണ്ണടച്ചിരുന്നിട്ട് ഭഗവാനെ കാണുമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? ഇല്ല. അതിന് കാണണമെങ്കിൽ പല മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹത് വ്യക്തികളെ തിരിച്ചറിയുക. മഹത് വ്യക്തികളെ പറ്റി നമുക്കറിയാം. ആരൊക്കെയാണ് മഹത് വ്യക്തികൾ അറിയണമെങ്കിൽ 6:3:20 ഭാഗവതം 6:3:20 പറയുന്നുണ്ട് അതിനെപ്പറ്റി. ആരൊക്കെയാണ് മഹത് വ്യക്തികൾ എന്നുള്ളത്. അതിനകത്ത് 6:3:20 ശ്ലോകം നോക്കാം. വേണ്ട എല്ലാ കൂട്ടം കൂടി ഒന്നിച്ചിട്ട് പരിപ്പിട്ട് വെച്ചാൽ തിന്നൂല്ല. അതെ, അത് കൊടുക്കരുത് അങ്ങനെ എല്ലാവരും കൂടെ. ഹരേ കൃഷ്ണ. ഇതിനകത്ത് ഇന്റർഫീരിയൻസ് വരുന്നു, അത് നിർത്തുക. സ്വയംഭൂർ നാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർ വൈയാസുകീയ വയം തദശൈതേ വിജാനീമോ ധർമ്മം ഭാഗവതം ഭട ഗുഹ്യം വിശുദ്ധം ദുർബോധം യം ജ്ഞാത്വാ മൃതമശ്നുതേ. അപ്പൊ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് മഹാജന്മാർ ആരൊക്കെയാണെന്നുള്ളത്. ആരൊക്കെയാണ്? ബ്രഹ്മദേവൻ, നാരദമുനി, മഹാദേവൻ, 4 കുമാരന്മാർ, കപിലന്മാർ, കപിലദേവൻ ദേവഹൂതിയുടെ പുത്രൻ. കപിലൻ വേറെ ഒരു കപിലനുണ്ട്, അതുകൊണ്ടാണ് ദേവഹൂതിയുടെ പുത്രൻ എന്ന് തിരിച്ചു പറയുന്നത്. സ്വയംഭുവ മനു, പ്രഹ്ലാദ മഹാരാജാവ്, ജനക മഹാരാജാവ്, ഭീഷ്മ പിതാമഹൻ, ബലി മഹാരാജാവ്, ശുകദേവ ഗോസ്വാമി എന്നിവരാണ് ഈ മഹാജനങ്ങൾ പെട്ടിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ ഭഗവാന്റെ അധികാരപ്പെട്ട വ്യക്തികളാണ്. നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ, വേണ്ടുന്ന കൃത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ശിഷ്യന്മാരായിട്ട് വന്ന നമ്മുടെ ആചാര്യന്മാരാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇവരുടെ കാൽപ്പാടുകളിൽ കൂടെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇവരുടെ നാമങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉൾപ്പെടുന്നുണ്ട്. ദേവന്മാരുണ്ട്, മഹർഷിമാരുണ്ട്, ഗൃഹസ്ഥന്മാരുണ്ട്, ബ്രഹ്മചാരികളുണ്ട്. ഇവരുടെ നിർദ്ദേശങ്ങൾ പിന്തുടർന്നാൽ പരമസത്യത്തെ ദർശിക്കാം. പരമസത്യത്തെ ദർശിക്കാൻ മഹാജനങ്ങളുടെ ഡയറക്ഷൻസ്, അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കും എന്നാണ് ഈ പറയുന്നത്. ഇവരൊക്കെയും ഭഗവാന്റെ പ്രതിനിധികളാണ്. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവും ഭക്തിമാർഗം പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ഭക്തി നടത്തണം. അദ്ദേഹം പറയുന്നത് ഭഗവാന്റെ ദാസന്റെ ദാസനായി സേവനം നടത്താനാണ്. ദാസ്യഭാവം എത്ര വർദ്ധിക്കുന്നുവോ അത്രയും പരിപൂർണനാകുന്നു. ഇതിനെപ്പറ്റി ചൈതന്യ ചരിതാമൃതം മധ്യലീല 13:80 പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത് അഹം വിപ്രോ നരപതീർ നാവി വൈശ്യോ നാശൂദ്രോ നാഹം വർണ്ണി ന ഗർഭപതീർ നോ വനസ്തോ യതിർവ
ഹിന്ദു പ്രോദ്യൻ നിഖില പരമാനന്ദ പൂർണ്ണാമൃതദാബ്ധേ ഗോപീ ഭർത്തു പാദകമലയോർ ദാസദാസാനുദാസ എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിന് ഞാനൊരു ബ്രാഹ്മണനല്ല, ഞാനൊരു ക്ഷത്രിയനല്ല, ഞാനൊരു വൈശ്യനോ ശൂദ്രനോ അല്ല, ഞാനൊരു ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ അല്ല, ഗോപികമാരുടെ നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദാസന്റെ ദാസൻ മാത്രമാണ് ഞാനെന്ന് സ്വയം തിരിച്ചറിയുന്നു. അമൃതസാഗരമായ അവിടുന്ന് സാർവത്രികമായ ആത്മീയ ആനന്ദത്തിന് കാരണമാകുന്നു. അവിടുന്ന് സദാ ഉജ്ജ്വല തേജസ്സോടെ നിലനിൽക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലും അർജുനൻ പറയുന്നത്. അപ്പൊ അതായത് നമ്മളൊക്കെ തന്നെ ദാസന്മാരുടെ ദാസനായിട്ട് തന്നെ ജീവിക്കണം. അത് ദാസന്റെ ദാസൻ എന്നാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം ആലോചിക്കണം. അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ ഭഗവാന്റെ ദാസന്മാരുടെയും ദാസന്മാരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് ഭക്തിമാർഗം ഉയരാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിന് പൂർണ്ണത കിട്ടണമെങ്കിലും ആ ഒരു വിചാരത്തോടു കൂടി നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനം ഭക്തിയുത ഭഗവത് സേവനം നടന്നുകൊണ്ട് ഇരിക്കണം എന്ന് അർജുനൻ ഈ ശ്ലോകത്തിൽ കൂടി നമ്മളെ മനസ്സിലാക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നു, എന്നെ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ പ്രതിഫലം നൽകുന്നു. ശരണം എങ്ങനെ പ്രാപിക്കുന്നു അതേമാതിരി നമുക്കുള്ള പ്രതിഫലവും കിട്ടും. അതായത് നമ്മൾ ശരണം എന്തിനാ പ്രാപിക്കുന്നത്? ശരണം പ്രാപിക്കാൻ നമ്മൾക്ക് എന്തെങ്കിലും മേന്മ കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഭഗവാന്റെ ശരണം പ്രാപിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പൂർത്തീകരണത്തിന്. അതായത് ഭഗവത് ധാമത്തിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ നമുക്ക് എന്നും വസിക്കണമെങ്കിൽ ഭഗവാന്റെ ശരണം നമ്മൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. അതിനാൽ കൃഷ്ണനെ എങ്ങനെയാണോ അർജുനൻ ശരണം പ്രാപിച്ചത്, അതുപോലെ തന്നെ നമ്മളും സാക്ഷാത്കരിക്കണം, അല്ലെങ്കിൽ സഹകാരികളാകണം. നമ്മളും മനസ്സിൽ നിന്നും കൃഷ്ണനെ മറക്കാതിരിക്കുക. ഇത് എപ്പോഴും നമ്മളെ ഭഗവത്ഗീത ക്ലാസ്സുകളിലും ഭാഗവതം ക്ലാസ്സുകളിലും എല്ലാവരും നമ്മുടെ ആചാര്യന്മാരൊക്കെ തന്നെ പറയുന്നുണ്ട്. എല്ലാ പ്രവൃത്തികളിലും കൃഷ്ണനെ കൂടെ നിർത്താൻ ശ്രമിക്കുക. ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ കൃഷ്ണന് വേണ്ടിയാണ് ചെയ്യണം എന്നുള്ളത് വിചാരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ആരോ ചോദ്യം ചോദിക്കുന്നത്, എങ്ങനെ ഓഫീസുകളിൽ പണി ചെയ്യുമ്പോൾ എങ്ങനെ കൃഷ്ണനെ മനസ്സിൽ വെക്കാൻ പറ്റും എന്ന്. പക്ഷെ അത് നടത്തുന്ന കാര്യമാണ്. കൃഷ്ണൻ ഒരു വ്യക്തി നമുക്ക് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നത് ജനങ്ങളുടെ പ്രവൃത്തി പൂരീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു ഓഫീസിൽ പോയാൽ അവിടുത്തെ യജമാനന്മാരും നമ്മൾ ഭൃത്യന്മാരുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ ആ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഉദ്യോഗസ്ഥന് കൃഷ്ണനാണ് എൻ്റെ നിയന്താവ്, അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ, എൻ്റെ യജമാനൻ എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അവരെ ഈ ചെല്ലുന്ന ആളുകൾക്കും അതുപോലെ പെരുമാറും. അപ്പൊ അതാണ് കൃഷ്ണനെ വിചാരിച്ചുകൊണ്ട് വേണം ഓരോ ജോലിയും ചെയ്യാനെന്ന് പറയുന്നത്. ഏത് ജോലി ചെയ്താലും ശരി, ഏത് മാർഗത്തിൽ ചെയ്താൽ അതിൻ്റെ വിനീതമാണ് നമ്മുടെ മനസ്സിലുണ്ടാവും. വിനീതമായി ഒരു ജോലി ഒരുത്തരോടെ സംസാരിക്കുന്നതിലായാലും ശരി, അവരുടെ ജോലി പൂർത്തീകരിച്ച് കൊടുക്കുന്നതിനൊക്കെ ആയാലും ശരി, നമുക്ക് ആ ഒരു കൃഷ്ണന്റെ വിചാരമുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയിലും ആ വരുന്ന ആൾ യജമാനുമായിട്ട് കാണാൻ തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഏതവസരത്തിലും കൃഷ്ണനെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കൃഷ്ണനോ അതിനാണ് കൃഷ്ണാവബോധ സമിതി ഇവിടെ ഉള്ളതും. അതേ കൂടെ നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ട്. പ്രഭുപാദർജി വേണ്ടപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അത് പഠിക്കാൻ പറയുന്നുണ്ട്. അത് പഠിക്കുന്നതിനുള്ള ഗുരുക്കന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് നമ്മളൊക്കെ തന്നെ ആ വിധം ഭഗവാനെ മുൻനിർത്തിക്കൊണ്ടുള്ള ജോലികൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഏത് വിധത്തിലുള്ള ബന്ധവും കൃഷ്ണനുമായി ഉണ്ടാക്കണം. അത് സേവനമാകാം, സുഹൃത്താകാം, മകനാകാം, അച്ഛനായിട്ടാകാം. ഇതെല്ലാം പുസ്തകത്തിൽ പറയുന്ന ഗോപികളെ പോലെ ആകാം. മാതിരി രസത്തിൽ അവനവന്റെ ഇഷ്ടം ഭർത്താവായി കാണാം, പരമപുരുഷനായി കാണാം. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് കൃഷ്ണന്റെ ആശ്രിതനായിട്ട് ജീവിക്കാൻ സാധിക്കും. ഏതെങ്കിലും ബന്ധത്തിൽ കൃഷ്ണനുമായി തുടരണം. 18:61 ഭഗവാൻ പറയുന്നു, ഹേ അർജുന, എല്ലാവരുടെ ഹൃദയത്തിലും പരമപുരുഷൻ കുടികൊള്ളുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് കൂട്ടുകൂടിക്കൂടാൻ, അതായത് സഹവർത്തിത്വം കൃഷ്ണനുമായി ചെയ്തുകൂടാ എന്നാണ് ചോദിക്കുന്നത്.
കൃഷ്ണൻ അതായത് പരമാത്മാ രൂപത്തില് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരമാത്മാവിനെ എപ്പോഴും കൂട്ടുകൂടിക്കൊണ്ട് തന്നെ ഇരിക്കണം. ആത്മാക്കൾ ഭഗവാന്റെ അംശമായതിനാൽ സ്വതന്ത്രമായി ജീവിക്കാൻ സാധ്യമല്ല. ഈ ആത്മാക്കളൊക്കെ തന്നെ അതായത് നമ്മളെ ഓരോ വ്യക്തികളും ഭഗവാന്റെ അംശമാണ്. അപ്പൊ ആ അംശങ്ങള് ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാനെ തന്നെ എപ്പോഴും വിധേയത്വത്തോടുകൂടി ഇരുന്നെങ്കിലേ പറ്റൂ. സ്വതന്ത്രമായി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സ്വതന്ത്രമായി അഥവാ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മായയിൽ അകപ്പെട്ടു പോകും. ആ മായയിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അപൂർവമായിട്ട് മാറും, നമുക്കൊന്നും സാധിക്കത്തില്ല. എന്നാൽ ഈ മൂഢന്മാർ സ്വതന്ത്രനായി ഭൗതിക ലോകത്തിൽ അലയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മളെ പോലുള്ള ജീവാത്മാക്കൾ അങ്ങനെ ഞാനാണ്, സ്വതന്ത്രനാണ് ഞാൻ എന്നുള്ള വിചാരത്തോടു കൂടി വീണ്ടും വീണ്ടും ഈ ഭൂലോകത്തിൽ അല്ലെങ്കിൽ ഈ ദുരിതാലയത്തിൽ ഈ ജയിലറയ്ക്കുള്ളിൽ വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പം ജനിക്കുന്നതിന് പ്രയാസം, ജീവിക്കുന്നതിന് പ്രയാസം, ഇതെല്ലാം ഈ ഭഗവാനെ ചിന്തിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ് വീണ്ടും വീണ്ടും ജനനം. അങ്ങനെ ജനിക്കുന്നത് 84 ലക്ഷം ജീവികളുടെ ആ ശരീരം സ്വീകരിച്ച് നമ്മൾ ഇവിടെ തന്നെ അലയാണ്ടായിട്ട് വരുന്നു. വ്യത്യസ്ത ശരീരങ്ങൾ പ്രാപ്തമാക്കുന്നു. നായായിട്ടും വൃക്ഷമായിട്ടും ഇഴജന്തുവായിട്ടും പല്ലിയായും തേളായും ഒക്കെ നമ്മളിവിടെ ജനിക്കേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാൻ പറയുന്നു, ഭഗവാൻ കൃഷ്ണനെ ശരണം പ്രാപിക്കൂ. ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജനന മരണ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. ആ ജനന മരണങ്ങളെ പറ്റി ഭാഗവതത്തിലും ഒരുപാട് നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് അതിന് ഉണ്ടാകുന്ന പ്രയാസങ്ങളെന്ന്. എല്ലാ പാവങ്ങളിൽ നിന്നും ഭഗവാൻ രക്ഷിക്കും അങ്ങനെ ശരണം ഗതി പ്രാപിക്കാൻ. എങ്ങനെ ഈ ജീവാത്മാക്കളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നു. ഈ ജയിലിൽ നിന്നും മോചിതരാകൻ എന്നാഗ്രഹിക്കുന്നവർ ഭഗവത് ഭക്തരാകുന്നു. കൃഷ്ണദാസരുടെ ദാസനായി മാറുന്നു. കൃഷ്ണാവബോധത്തിൽ അനുരക്തരായാൽ കൃഷ്ണപ്രേമം ലഭിക്കും. സാധാരണ മനുഷ്യരെ കൃഷ്ണനിലേക്ക് അടുപ്പിക്കുന്നതിനാണ് കൃഷ്ണാവബോധ സമിതി പ്രവർത്തിക്കുന്നത്. സദാ കൃഷ്ണനെ പറ്റി ചിന്തിച്ചാൽ യാതൊരു നഷ്ടവും ഉണ്ടാകില്ല, നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ കൃഷ്ണന്റെ നിർദ്ദേശം സ്വീകരിക്കാതെ വിമുഖത കാണിച്ചാൽ, അതായത് സ്വന്തം വഴി ആഗ്രഹിച്ചാൽ എന്നും കഷ്ടത തുടർന്നു കൊണ്ടേയിരിക്കും. അതിനാൽ ഒരേ ഒരു വഴി, സർവധർമാൻ പരിത്യജ്യ മാമേകൻ ശരണം വ്രജ. അതാണ് വഴി. എല്ലാ പാപങ്ങളും തീരാൻ കൃഷ്ണനെ സേവിക്കുക. കൃഷ്ണന് വേണ്ടി എന്തും ചെയ്യാനുള്ള സന്മനസ്സുണ്ടാകുക. ശ്രീ അർജുനനെ പോലെ എല്ലാവരും ആയിത്തീരണം. അതായത് കൃഷ്ണന്റെ സഹചാരി കൃഷ്ണനാണ്. അർജുനൻ ചില സമയത്ത് അർജുനനും കൃഷ്ണനെ ചിന്തിക്കാതെ കൃഷ്ണന്റെ അനുമതി നേടാതെ ചില കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് കുഴപ്പങ്ങളും പറ്റിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആ സന്താന ഗോപാല കഥയിൽ പറയുന്നില്ലേ, അദ്ദേഹം ചിതയിൽ ചാടേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ കൃഷ്ണൻ പോയതിനു ശേഷം ആ ഗാന്ധീവം കളയാൻ പറഞ്ഞിരുന്നു കൃഷ്ണൻ, പക്ഷേ അദ്ദേഹം മാറ്റിവെച്ചില്ല. അതുകൊണ്ട് ഒടുക്കം കൃഷ്ണൻ പോയതിനു ശേഷം കൃഷ്ണന്റെ ആശ്രിതരായ സ്ത്രീകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കൃഷ്ണൻ പോകുന്നുണ്ട്. കൃഷ്ണൻ പോകുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? കന്നാലി പിള്ളേരുമായിട്ട് കുസ്തി പിടിക്കേണ്ടതായിട്ട് വരുന്നു, അതായത് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. എന്നിട്ട് ഈ ഗാന്ധിയൊക്കെ ഒന്നും പ്രയോജനമില്ലാതെ ആയിത്തീരുന്നു. അപ്പൊ ഇതൊക്കെ ചില സമയത്ത് അർജുനനെ പറ്റിയ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഇതിൽ നിന്നും ബോധവാന്മാരാകണം? കാരണം അർജുനനെ പോലുള്ള വ്യക്തിക്ക് പോലും ചിലപ്പോൾ അബദ്ധം പറ്റുന്നുണ്ട്. അപ്പൊ അതേമാതിരി സാധാരണ ജീവികളായ നമുക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതെ എപ്പോഴും ഭഗവാനിൽ തന്നെ ആശ്രിതരായിരിക്കണമെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നതും ആ നടന്ന കഥകളെ പറ്റി നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ എപ്പോഴും കൃഷ്ണനെ മനസ്സിൽ ധ്യാനിക്കുക, ഒരിക്കലും മറക്കാതിരിക്കുക. ഇതായിരിക്കണം നമ്മുടെ വിചാരം. അതുകൊണ്ട് അർജുനൻ അശ്വത്ഥമാവിനെ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം കൃഷ്ണന്റെ അനുവാദം മേടിക്കുന്നു. അപ്പൊ അതേമാതിരി ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതിന് വരുമ്പോഴും ശരി ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ യാതൊന്നും ശരിയാകുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ചുരുക്കം. അപ്പൊ അതുകൊണ്ട് ഏതവസരം
നേരത്തിലും കൃഷ്ണനെ ചിന്തിക്കുക, ഒരിക്കലും മറക്കാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യത്തോട് ഭക്തി മാർഗത്തിലേക്ക് നമ്മൾ എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുക. നമുക്ക് ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. അതാ കൃഷ്ണനെ വിട്ടാൽ നമ്മുടെ ഐശ്വര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് എല്ലാവരും ഭഗവത് ഭക്തിയുത സേവനത്തിലേക്ക് നിരതരായി വരണം, എത്തണം. എല്ലാവരും നല്ല ഭക്തന്മാരായി തീരണം എന്ന് ഉള്ള നിവേദനത്തോടെ ഞാൻ ഇവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർത്താം. ഓക്കെ പ്രഭു. പഞ്ചാകർപ്പദർശിഷ്യ കൃപാ സിന്ധുഭ്യേവ ച പരിധാനം ഭാവനോ വൈകൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ.